ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. അത്തത്തിലെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. എന്തോ മേടിക്കാനാ പോന്നേ? പൂബോ? ഭൂമിക്കുട്ടി എന്തോ മേടിക്കാനാടി പോന്നേ? പൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്തത്തിനുള്ള പൂ വാങ്ങാനാണ് പോകുന്നത്. അത്തം മുതൽ പൂക്കളം ഇട്ടിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും ഇടണമെന്ന് ഉറപ്പിച്ച് നമ്മൾ പൂ വാങ്ങാനെ കൊണ്ടുപോയി കടയിൽ. ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ അടുത്ത് പെരുമാൾ സ്റ്റോർ എന്നും പറഞ്ഞിട്ടൊരു പൂക്കടയുണ്ട്. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൂവൊക്കെ കിട്ടി. നമ്മൾ പൂവൊക്കെ വാങ്ങി തിരിച്ചു വന്നു. കടയിൽ നല്ല തിരക്കായിരുന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ വിഷ്വൽസ് ഒന്നും അങ്ങനെ എടുത്തില്ല. തിരിച്ചു വന്നിട്ട് അവർ കുറച്ച് നേരം താഴെ നിന്ന് കളിച്ചു. പൂച്ചയെ തപ്പിയിട്ട് പൂച്ചയമ്മയും കുഞ്ഞിനെയും കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് പിണങ്ങി. പിന്നെ നമ്മൾ അകത്ത് പോയി പൂവ് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്ത് കയറ്റിക്കൊണ്ട് പോന്നു. സൈക്കിളില്ലല്ലയോ? സെക്യൂരിറ്റി അങ്കിൾ ചിലപ്പോൾ പുറത്ത് പോയേക്കുമായിരിക്കും അല്ലയോ? ഏതൊക്കെ കളർ പൂ മേടിച്ചു പിത്തിക്കുട്ടാ? ഓറഞ്ച് പൂ മേടിച്ച്, മഞ്ഞപ്പൂ മേടിച്ച്, റെഡ് പൂ മേടിച്ച്. പൂ കാണാനെ കൊണ്ടാണ് കയറി വന്ന് അവർ വേറെയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അധികം വൈകാതെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടുക്കി പറക്കി. ഇത് അവർ കിടക്കുന്നിടം വരെ ഇതിങ്ങനെ നിരന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർ കിടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഒതുക്കി പറക്കി തൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് അണ്ണാണം തുടച്ച് തരാമെന്ന് പറഞ്ഞ് തുടച്ച് തന്നു. അതുകൊണ്ട് എൻ്റെ പണി എളുപ്പമായി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒതുക്കലൊക്കെ കഴിഞ്ഞ് അണ്ണന് ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ നേരത്തെ ഇങ്ങനെ ഫുഡ് തലേദിവസം പാക്ക് ചെയ്ത് വെക്കുന്ന കണ്ടിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന്. അണ്ണനൊരു 5-5:30 കഴിയുമ്പോഴത്തേന് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ രാവിലെ നമുക്ക് എണ്ണീറ്റ് ഉണ്ടാക്കൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും തലേദിവസം ഉണ്ടാക്കി വെക്കുകയേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി വെളിയിൽ വെച്ചിരുന്നാൽ വലിഞ്ഞു ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അത് തണുത്ത് കഴിയുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ യൂസ് ചെയ്യാൻ നേരം എടുത്ത് നല്ലോണം ചൂടാക്കി ഉപയോഗിക്കുകയാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ അണ്ണാണം തുടയ്ക്കുമ്പോഴത്തേനും പാക്ക് ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്തും വെച്ച് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോയത് പൂ വാങ്ങാൻ. അപ്പോൾ ഇനി കഴിക്കണ്ട, കഴുകി വെക്കാനുള്ളതൊക്കെ കഴുകി വെച്ചാൽ മതി. അപ്പോൾ പാക്ക് ചെയ്ത് ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ ഞാനിനി ഇട്ട് ഇളക്കി ഉടയ്ക്കേണ്ടെന്ന് ഓർത്ത് പാക്ക് ചെയ്തിട്ടാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള വിഭവങ്ങൾ. നാളെ അണ്ണാൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഈ വലിയ വിളക്കൊന്ന് തേച്ചെടുക്കണം. ഞാൻ സാധാരണ പുളിയും പിഴുപുളിയും വിമ്മിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തേച്ചെടുക്കുമ്പോഴത്തേന് നല്ല വെളുത്ത് കിട്ടും, നല്ല തിളക്കത്തിൽ കിട്ടും. ഒരു 5-6 വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അത്തം മുതൽ പൂക്കളം ഇടാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അതുവരെയും വീട്ടിലെല്ലാ വർഷവും നമ്മൾ സ്ഥിരം ഇടുന്ന ഒരു കാര്യമായിരുന്നു 10 ദിവസവും പൂക്കളം ഇടുന്നത്. കുഞ്ഞിലെ മുതലേ അച്ഛയും അമ്മച്ചിയും ഞങ്ങൾക്ക് ഇട്ട് തരും. അപ്പോൾ അത് കണ്ട് നമ്മളിടും. ട്യൂഷന് പോകുന്നതിന് മുന്നേ ഒരു 7 മണിക്ക് മുന്നേ നമ്മൾ പൂക്കളമൊക്കെ ഇട്ടിട്ട് പോവും. പിന്നെ അത് നമ്മൾ വരുമ്പോഴത്തേന് കുറച്ചും കൂടി അത് വലുതാക്കിയിടും. അങ്ങനെയാണ് കല്യാണം കഴിയുന്നിടം വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഓരോ വർഷവും ഓരോ മരണങ്ങളോ അങ്ങനെയൊക്കെ അടുത്ത് മരണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തവണ എന്തായാലും അവർക്കും കുഞ്ഞുങ്ങൾക്കും കാണാനൊരു ഇഷ്ടമൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ഇത്തവണ എന്തായാലും അത്തപ്പൂ ഇടണമെന്ന് ഞാൻ നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് പോയി പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇതൊന്ന് കഴുകിയെടുത്ത് കവറിൽ കെട്ടി വെച്ചാൽ കേടാകാതിരുന്നോളും. അപ്പോൾ എല്ലാം കഴുകി നല്ല കവറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്